ഈ അടുത്ത കാലത്തൊന്നും CPM-നെ ഇത്രയധികം രാഷ്ട്രീയമായി പിടിച്ചുലച്ച മറ്റൊരു ആരോപണം ഉയർന്നിട്ടില്ല. അതും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പയ്യന്നൂരിൽ നിന്ന്. ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണനാണ് പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷിത്വ ഫണ്ട്, ഒപ്പം തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട്, ഈ പണമിടപാടുകളിൽ ക്രമക്കേട് നടന്നു എന്നതാണ് ഗുരുതരമായ ആരോപണം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തുടങ്ങിയവർ പൂർണ്ണമായും ഈ ആരോപണങ്ങൾ തള്ളി. മാത്രമല്ല, ഇത് പാർട്ടി കമ്മീഷൻ വെച്ച് ചർച്ച ചെയ്ത് അതിൽ കുഞ്ഞികൃഷ്ണൻ തന്നെ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞു എന്നതാണ് പ്രധാനമായും അവർ വ്യക്തമാക്കുന്നത്. CPIM ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് V. കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന സൂചന KK രാഗേഷ് നൽകുകയും ചെയ്തു. പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയിലുണ്ട്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സംഗതിയെയും പാർട്ടി അംഗീകരിക്കില്ല, വെച്ച് പൊറുപ്പിക്കില്ല. CPM-നുള്ളിൽ നിന്നും ഉയർന്നു വന്ന ഈ ആരോപണത്തെ രാഷ്ട്രീയമായി കോൺഗ്രസും ഉപയോഗപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സമഗ്രമായ അന്വേഷണം വേണമെന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇത് പാർട്ടിക്കും ഗവൺമെന്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ട് ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM എന്താണ്? ഇതെല്ലാം പാർട്ടി കോടതിയാണോ? പാർട്ടി തന്നെ അന്വേഷിച്ച് കേസ് ഒതുക്കി തീർക്കുകയാണ്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപഹരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം നിഷേധിച്ചതുകൊണ്ടോ പാർട്ടി ചർച്ച ചെയ്താണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പയ്യന്നൂർ പോലെ CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ കുഞ്ഞികൃഷ്ണനെതിരെ എടുക്കുന്ന നടപടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും നാളെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകും. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.